അറിയിപ്പിൽ വിശദീകരിച്ചു. ഹർത്താലിലൂടെ ലഭിച്ച അവധി പ്രയോജനപ്പെടുത്തി എറിയാട് ചൈതന്യനഗർ പ്രതീക്ഷയുടെ മുൻകൈയിൽ നടന്ന പ്രവൃത്തി മാതൃകാപരമായി. അംഗൻവാടിയിലെ കൊച്ചുകുട്ടികൾക്ക് നടന്നുപോകുന്നതിന് വേണ്ടി ഇഷ്ടിക വിരിച്ച് പാതയൊരുക്കിയാണ് ഇവർ മാതൃകയായത്. ഈ പ്രദേശത്തെ ഒരുവിധം എല്ലാ പ്രധാന പ്രവർത്തനങ്ങളിലും വളരെയധികം മുന്നോട്ട് നിന്ന് നല്ലതരം പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു അസോസിയേഷനാണ് ഞങ്ങളുടെ പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷൻ. ഈ അസോസിയേഷൻ ഞങ്ങൾ ഈ കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ കഴിഞ്ഞ വർഷം ഈ ചൈതന്യനഗർ മുതൽ മഞ്ഞളിപ്പള്ളി വരെയുള്ള റോഡ് ആകെ കുണ്ടും കുഴിയായി കിടന്നത് കോൺക്രീറ്റ് ചെയ്ത് ശരിയാക്കി. അതേപോലെ വർഷങ്ങളായി ഈ 59 നമ്പർ അംഗൻവാടിയിൽ കൊച്ചുകുട്ടികൾക്ക് നടന്നു പോകാൻ ഒരു വഴി ഇല്ലാതെ നിറയെ വെള്ളം നിറഞ്ഞു നിന്ന് മഴക്കാലങ്ങളിൽ കുട്ടികൾക്ക് ഈ അംഗൻവാടിയിലേക്ക് എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. പലതവണ പഞ്ചായത്തിന് ഞങ്ങൾ അപേക്ഷ കൊടുത്തു. ഈ റോഡ്, ഈ അംഗൻവാടിയിലേക്കുള്ള വഴി ഒന്ന് ശരിയാക്കി തരുന്നതിന്. ഇപ്പോൾ ഈ ഹർത്താൽ ദിനത്തിൽ ഞങ്ങൾ വളരെ ദൂരെ നിന്ന് ഇപ്പോൾ 3-4 ലോഡായി പൊളിച്ച മതിലിൻ്റെ കഷ്ണങ്ങൾ, ഇഷ്ടിക കഷ്ണങ്ങൾ കൊണ്ടുവന്ന് റോഡ് നല്ല രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ 10ാം വാർഡിലെ 59 നമ്പർ അംഗൻവാടിയിലേക്കുള്ള വഴിയിലെ കുണ്ടും കുഴിയും നികത്തുന്നതിനുള്ള മുറവിളക്ക് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അവഗണനയ്ക്ക് ഇനിയും അറുതി വരാത്ത സാഹചര്യത്തിൽ അവിടേക്കുള്ള സഞ്ചാരയോഗ്യമായ പാതയൊരുക്കുന്ന പ്രവർത്തനമാണ് പ്രതീക്ഷ റെസിഡന്റ് അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തിയത്. PS സയ്യിദ് മുഹമ്മദ് മാസ്റ്റർ, ഖാദർ പനച്ചാലിൽ, എ സഹീദ് മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ശ്രമദാനത്തിൽ അസോസിയേഷനിൽപ്പെട്ട 20